ഹായ് ഫ്രണ്ട്സ്. ഹായ് ഫ്രണ്ട്സ്. അങ്ങനെ മര്യാദയ്ക്ക് ഓക്കെ, അല്ല വേണ്ട, ഇൻട്രോ ഒന്നും വേണ്ട. പറയേ എന്നാ പറയും. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് കുറച്ച് പൂക്കൾ നടുന്ന പരിപാടി കേട്ടോ. നമ്മളെ ഗാർഡൻ ചെടി നടന്ന പരിപാടി. പൂക്കൾ പിടിക്കുന്ന ചെടി നടുന്ന പരിപാടിയാണ് ഇന്ന്. നമ്മുടെ ഗാർഡൻ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കാനുള്ള പ്ലാനാണ് അല്ലേ? അതെ, സമ്മർ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇങ്ങനെ ആദ്യം ഞങ്ങൾ വിചാരിച്ചു നമുക്ക് അധികം ചെടിയൊന്നും നടണ്ട, 2-3 ഇപ്പൊ ഉള്ള ചുവട് തന്നെ മതിയെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പിന്നെയും മേടിക്കാൻ വേണ്ടി ഇങ്ങനെ തോന്നുന്നു. അത് ഈ ചെടികൾ, ഈ പൂവൊക്കെ പിടിച്ചത് കാണുമ്പോഴേ ഭയങ്കര സന്തോഷം. കാരണം ഞങ്ങൾ അന്ന് ചെടി നടുന്ന ഒരു വീഡിയോ ഇട്ടില്ലായിരുന്നോ, നമ്മുടെ ആ തുളിപ്പൊക്കെ, അതൊക്കെ നല്ല സൂപ്പർ ആയിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇതൊക്കെ അന്ന് നട്ടതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഡാർഫോഡിൽസ് അതിന്റെയൊക്കെ കഴിഞ്ഞു. സീസൺ കഴിഞ്ഞു. പിന്നെ അടുത്തടുത്ത് ഇതിപ്പോ റീസെന്റ് ഞങ്ങൾ മേടിച്ചാട്ടെ ഈ കാണുന്നത്. അടിപൊളി ലില്ലി. അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇതേ ചെടി നടാനുള്ള മണ്ണ് നമ്മൾ ശേഖരിക്കുന്നത് ഇവിടെ നിന്ന് കേട്ടോ. ഇവിടെ ഒരുപാട് മണ്ണ് ഇങ്ങനെ ഇളക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അപ്പം മണ്ണ് ശേഖരിച്ചുകൊണ്ടിരിക്കുക. നമ്മളിലെ മാന്തി അപ്പുറത്തെ വീട്ടിലെത്തുമോ? ഞങ്ങൾ ഒരേ ഇനത്തിന്റെ ഇപ്പൊ 2-3 ടൈപ്പ് കളർ മേടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ കാണുന്ന ഓറഞ്ച് ലില്ലി കണ്ട, ഇതിന്റെ തന്നെ ഒരു റോസ് ആട്ടെ ഇത്. ഇതില് പക്ഷെ വന്നിട്ടില്ല, പൂവായിട്ടില്ല. ഇത് നമ്മൾ മേടിച്ചപ്പോഴും ഇതിൽ മുട്ട ഉണ്ടായിരുന്നോണ്ടാണ് ഇപ്പൊ വിരിഞ്ഞു നിൽക്കുന്നത്. അതേപോലെ തന്നെ ഇത് 3 കളർ നമ്മൾ മേടിച്ചിട്ടോ. ഇത് കണ്ടോ, ഇത് റോസ്, ഒന്ന് വയലറ്റ്, പിന്നെ ഇതൊന്ന് വൈറ്റ്. ഇതിന് കുറെ കളർ ഉണ്ട് കേട്ടോ. ഇതിന് ഒരു ലൈറ്റ് പിങ്ക് ഉണ്ട്, നല്ലോണം ഒരു കടും റോസ് ഒരു കളർ ഉണ്ട്, ഒരു 5-6 വെറൈറ്റി കളർ ഉണ്ട്. ഇത് അടിപൊളിയാട്ടോ. ഇത് നോക്കിയേ. പക്ഷെ ഇതിനെ കഴിഞ്ഞു. ഇത് ഏകദേശം വിരിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു 10-15-20 ദിവസമായില്ലേ. ഇത് വിരിഞ്ഞ് തീരാറായി. ഇതിപ്പോ വിരിഞ്ഞ് തുടങ്ങുന്നേ ഉള്ളൂ. ഇത് വിരിഞ്ഞ് തുടങ്ങുന്നുള്ളൂ, അതും വിരിയുന്നുള്ളൂ. കണ്ടോ ഇതിന്റെ കളർ കണ്ടോ, എന്ത് രസമാക്കിയേ. നല്ല കളറാ, നല്ല രസമില്ല ചെടി കാണാൻ. ഇതിനകത്ത് മൊത്തം പൂവ്, മൊത്തം മൊട്ടാട്ടോ. നല്ലോണം മൊട്ട പിടിച്ചതാണല്ലോ. എല്ലാം കൂടെ കാണുമ്പോ എല്ലാം കൂടെ എടുക്കാൻ തോന്നും. പക്ഷെ പൈസ കാണുമ്പോ നമുക്ക് മടി വരും. ഇത് കണ്ടോ, എൻ്റെ തുളിപ്പ് കണ്ടോ. എല്ലാവരും പറഞ്ഞായിരുന്നു ഇത് വേര് മുറിച്ച് നട്ടോണ്ട് ഇത് മുളയ്ക്കത്തില്ലെന്ന്. അതെ, നല്ല സൂപ്പർ പൂ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതെ കണ്ട, എന്ത് രസമാണെന്ന് നോക്കിയേ. കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും ഭംഗിയില്ലേ. അതേപോലെ തക്കാളി മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ തക്കാളിയിൽ നിന്ന് ഇത്തവണ തക്കാളി പറിക്കണം. നാട്ടിലായിരുന്ന സമയത്ത് എപ്പോഴും വൈകിട്ട്, ഈ ഒരു വേനലൊക്കെ ആയിരുന്ന സമയത്തായിരുന്നു, വൈകിട്ടാവുന്ന സമയത്ത് സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് ഒരു പൈപ്പ് ഉണ്ട്, വലിയ പച്ച പൈപ്പ്. അത് എടുത്തിട്ട് ഇറങ്ങും വെള്ളം നനയ്ക്കാനായിട്ട്. അന്ന് ഈ അമ്മയ്ക്ക് ഇങ്ങനെ ഇഷ്ടമാണ് ഇങ്ങനെ ഈ ചെടി നടന്നൊക്കെ. അപ്പൊ അതിന് വെള്ളം ഒഴിക്കാൻ എനിക്ക് മടിയാ ഒഴിക്കാന്. പിന്നെ ഒഴിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഒഴിക്കും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് ചെടിയുണ്ട്, അതിൻ്റെ അടുത്തൊക്കെ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കും. ഇന്നലെ ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ട് വന്നപ്പോഴത്തേക്ക് അബിയും പപ്പയും കൂടി പോയിട്ട് വേറൊരു ചെടി മേടിച്ചേട്ടാ. ഇത് റേഞ്ചിന്ന് പോയി മേടിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഫസ്റ്റ് ഫോട്ടോ അയച്ചു തന്നപ്പോൾ ഞാൻ വിചാരിച്ചു ബൊഗെയിൻവില്ല ആണോ എന്ന് എനിക്ക് തോന്നി. പിന്നെ ഫുള്ള് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് വേറൊരു ടൈപ്പ് ചെടിയാണ്. ഇതും കാണാൻ നല്ല രസമുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഓൾറെഡി പൂവായിട്ട് മേടിക്കുന്നത് നല്ല. ഇത് കണ്ടോ, ഇത് ഞങ്ങൾ പൂവില്ലാതെ മേടിച്ചു. ഇതിലിനി പൂ വരാനായിട്ട് വെയിറ്റിംഗ് ആണ്. ഇതിന്റെ വേറെ കളറാണ് ഈ കാണുന്നത്. നല്ല രസമില്ലേ. നല്ല ഓൾറെഡി കുറച്ച് പൂവുള്ളത് മേടിക്കുന്നത് നല്ലതാണ്. പൂവുള്ളതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കണ്ടോണ്ടിരിക്കാം. ഇത് നമ്മളെ തുളിപ്പ്, ഇതൊന്നും പൂവില്ലാത്ത മേടിച്ചതല്ലായിരുന്നോ? അതെ, തുളിപ്പൊന്നും പൂവില്ലാതെ മേടിച്ചതാ. അതേപോലെ ഇത് കണ്ടോ, ഇവിടെയൊക്കെ പപ്പ കെട്ടി സെറ്റ് ചെയ്ത് കേട്ടോ. ഇവിടെയൊക്കെ അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ കുറെ ഇഷ്ടികക്കല്ല് പോലത്തെ സാധനം കിടപ്പണം. അപ്പൊ പപ്പ അതെല്ലാം ഇഷ്ടികക്കല്ല് പോലത്തെ സാധനമല്ല, ഇഷ്ടികക്കല്ല്. അപ്പൊ അതെടുത്ത് പപ്പ ഇതൊക്കെ ഇവിടെ സെറ്റ് ചെയ്തു. അതുപോലെ നമ്മൾ തക്കാളി തൈ മേടിച്ചിട്ടുണ്ട്. അന്ന് തക്കാളി തൈ ഇതും പപ്പ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇത് ചെടി ആണോ? ഇത് ചെടിയാടി. ഇത് ഞങ്ങൾ റേഞ്ചിൽ പോയപ്പോ ഇതിന്റെ വേറൊരു ചെടി ഇരിക്കുന്നുണ്ട്. എന്ത് രസമാണെന്ന് അറിയാം ഇതിനകത്ത് പൂ കാണാൻ. നല്ല രസമാണ് അത്. അപ്പൊ ഇതിലെ പൂ വരാനായിട്ട് വെയിറ്റിംഗ് അല്ലേ. അതേപോലെ തന്നെ നമ്മൾ ചെടികളെല്ലാം ഇങ്ങനെ വെച്ചു കേട്ടോ ഇവിടെ. അപ്പൊ നമ്മുടെ ഗാർഡനിങ്ങിന്റെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. നല്ല നല്ല മനോഹരമാക്കിയത് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ അല്ലേ. അതെ, കുറേ പൂക്കളൊക്കെ ആയിട്ടുണ്ട്. കുറേ പൂക്കൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ആ കാണുന്ന നീലച്ചെടിയും അതൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോഴാണ് നമുക്ക് വീണ്ടും ഇതിനകത്തേക്ക് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണം തോന്നിയത്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ നമ്മുടെ ഇവിടെ ഒരു കാർ ഷോ നടക്കുന്നുണ്ട് നമ്മുടെ വെസ്റ്റ് സുണ്ടനിൽ. അപ്പോൾ അതിനൊന്ന് പോയിട്ട് നമുക്ക് കുറച്ച് കാറുകൾ നോക്കാം. പറ്റുവാണെങ്കിൽ 2-3 വാങ്ങാം. ഫെറാറി പിന്നെ അങ്ങനെയുള്ള കുറെ കാറുകൾ വരുന്നുണ്ട്. പഴയ വിന്റേജ് കാറുകളുണ്ട്. അങ്ങനെ എന്തൊക്കെയോ ആണ്. ഞാൻ അതൊരു ന്യൂസ് ഇത് കണ്ടത്.
അപ്പം ഞാൻ നമുക്ക് പോയാലോ? നീ വരുന്നോ? എനിക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല, വേണമെങ്കിൽ വരാം. അങ്ങനെ നമ്മളിത് ആ കാർ ഷോ കാണാൻ വേണ്ടി വന്ന കേട്ടോ. ഫുള്ള് തിരക്കാണ്. അതെ വണ്ടി നോക്കിയാൽ മിന്നു ഇതിങ്ങ് എടുത്താലോ? എടുക്കാം, അവർ ഫ്രീ ആയിട്ട് തരുവാണെങ്കിൽ എടുക്കാം. എന്ത് രസമല്ലേ കാണാൻ. അതേപോലെ തന്നെ അവിടെ ഒരു വണ്ടിയുണ്ട്, അടിപൊളി സാധനം. ഇതൊക്കെ എത്ര പഴക്കമുള്ള വണ്ടികളാണെന്നറിയാം. ഇതിൻ്റെ ഉൾവശം നോക്കി, അവിടെ ഒരു ക്ലോക്ക് ഉണ്ട്. ഇത് മീറ്ററൊക്കെ നോക്കിയാൽ പിന്നെ വേറെ തന്നെ ഒരു ലെവൽ സംഭവമാണ്. സ്റ്റിയറിംഗ് ഒക്കെ നോക്കിയാൽ ചെറിയ സ്റ്റിയറിംഗ് ആണ്. അതേപോലെ ഇതിൻ്റെ ബാക്കെല്ലാം നോക്കി വേറെ തന്നെ സാധനമാണ്. ഒരുപാടുണ്ട്. എനിക്ക് അവിടെ കിടക്കുന്ന ആ ഒരു നീല വണ്ടി ഇഷ്ടപ്പെട്ട, ആ ഫോർഡിൻ്റെ. ഒരുപാട് വണ്ടിയുണ്ട് കേട്ടോ. അത് അങ്ങനെയൊക്കെ ഉണ്ട്. ഫോർഡിൻ്റെ വണ്ടികൾ തന്നെയാണ് കേട്ടോ ഇവിടെ കൂടുതലും. എനിക്ക് ഫോർഡിൻ്റെ വണ്ടി ഇഷ്ടപ്പെട്ടത് കാണാൻ. നോക്കിയേ, ഇതൊരു മസ്താങ്ങാണ്. നോക്കിയേ എൻ്റെ പൊന്നെ, ഇതിൻ്റെ ഉൾവശമൊക്കെ നോക്കി എന്നെ രസമല്ലേ, എന്നെ നീറ്റായിട്ടാ വെച്ചേക്കുന്നേ. നോക്കി രാജകീയ വീടിന്റെ ഒക്കെ ഒരു പ്രൗഢി പോലെ. മിന്നുവിന് ഇഷ്ടപ്പെട്ട ഒരു ആക്രി വണ്ടി കണ്ടുപിടിച്ചിട്ടുണ്ട്. 25,000 രൂപയെന്ന് പറഞ്ഞത്. ഇത് 25,000 രൂപ ഉള്ളു. 25K 25 ലക്ഷം അല്ലേ? 25 ലക്ഷം രൂപയുടെ വണ്ടിയാട്ടോ ഈ കാണുന്നത്. ഇതിന്റെ അകമൊക്കെ നോക്കി, ഇത് ഡീസലായിരിക്കും സാധനം. ഇതൊക്കെ എന്തൊക്കെയോ മെഷീനൊക്കെ ഉണ്ട്. സൈക്കിളല്ല ഇത്, ആക്ച്വലി ബൈക്കാണ്. അത് പണ്ടത്തെ വാറിനൊക്കെ ഉപയോഗിച്ചിരുന്ന മെഷീനായിരിക്കണം സാധനം. ആണോ തമ്മിലറിയട്ടെ, ഞാൻ ചുമ്മാ പറഞ്ഞ ഇത് GMC ആ സാധനം. അത് ഇവിടെ നോക്കിയ ഒരു റെഡ് കളർ ഒരു വണ്ടി നോക്കിയ, മസ്താങ്ങുകൾ അതെ ഒരുപാടെണ്ണം ഉണ്ട്. അവിടെ ഒരു നീല മസ്താങ് ഉണ്ട്, അതായത് ഒരു മഞ്ഞ, പിന്നെ ഇവിടെ പറഞ്ഞ കിടപ്പുണ്ട്. ഇത് എൻ്റെ മോനെ, എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി. ഇത് വിൽക്കുന്നുണ്ടായിരുന്നു, ഞാൻ ഇപ്പം ഇത് മേടിച്ചാണ്. എന്തായാലും കിഡ്നി റെഡ് കിടക്കുന്ന നോക്കിയടി. ഇതൊരു പോർഷ കേട്ടോ. നോക്കിയേ, എന്ത് രസമല്ലേ. ഇതേ നോക്കിയ പിന്നെ ഒരു മിനി കൂപ്പർ അല്ലേ? മിനി കൂപ്പർ. ഇതെന്റെ മനം കവർന്നോട്ടെ. ഇത് എന്റെ മോനെ എന്നാ ലുക്ക നോക്കിയേ. That's my bum. Look big. ഇതേ ഒരു വേറെ കുഞ്ഞൻ. ഇതിനെ കുറിച്ച് മാസികയിലൊക്കെ വന്നേ കേട്ടോ. അതെ, ഇവിടെ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കാറുകളുണ്ട് കേട്ടോ, ഒരുപാട് കാറുകൾ. അതേപോലെ തന്നെ ബൈക്കുകളുണ്ട്. സംഭവം എന്തായാലും അടിപൊളിയാണ്. ഇത് നമ്മുടെ സിനി വേൾഡിന്റെ തൊട്ടിവിടെ തന്നെ ഉള്ള ദി റിഡ്ജ് എന്ന് പറഞ്ഞ ഇവരാട്ടെ ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. 5 years എടുത്തിട്ട് ആക്കിയെന്നോ? നോക്കിയടി ആ പോർഷെ നോക്കിയടി, എന്ത് ലുക്കാ നോക്കിയടി. ഈ മിനി കൂപ്പറോ?